Dear students, ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡെപ്റ്റ് അല്ലേ, ഒരു ബിസിനസ്സിലേക്ക് വരുന്ന കടം എടുത്തിരിക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ നിങ്ങളൊക്കെ നൊട്ടേഷൻ അല്ലെങ്കിൽ എന്തെല്ലാം നിങ്ങളെ മനസ്സിൽ വരുന്നത് നമുക്കറിയാം. സോ ഡെപ്റ്റ് ഇൻക്ലൂഡ്സ് ഡിബഞ്ചേഴ്സ്, ബോൺസ്, ടേം ലോൺസ്, ഇങ്ങനെ ഏത് വിധത്തിലുള്ള ഫോം ഓഫ് ഡെപ്റ്റ് ആണെങ്കിലും അതിനെയൊക്കെ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിട്ട് തന്നെ അതിനുള്ള കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? ഓക്കെ. ഡെപ്റ്റിൻ്റെ ഒരു പ്രത്യേകത അല്ലേ, നമ്മൾ നേരത്തെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പഠിച്ചിരുന്നു അല്ലേ. ഒരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകത എന്താ, അത് ഫിക്സഡ് ആയിട്ടുള്ളൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നതായിരിക്കും അല്ലേ. ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ഓബ്ലിഗേഷൻ അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സെക്യൂരിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് അതിനുണ്ടായിരിക്കണം നോർമലി. ക്ലിയർ? അതല്ലാത്ത ചില കേസസ് വരാം, പക്ഷേ നോർമലി ഇറ്റ് വിൽ ബി ഇഷ്യൂ ക്ലിയർ ഫോർ എ പർട്ടിക്കുലർ മെച്യൂരിറ്റി പീരീഡ്. ഓക്കെ. അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, റീപേയ്മെൻറ്റ് ഓഫ് ദി ലോൺ എമൗണ്ട് അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ദി ഡെപ്റ്റ്സ് ഈസ് റിക്വയർഡ്. അപ്പോൾ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ദ പ്രിൻസിപ്പിൾ, കടം വാങ്ങിച്ചിരിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കണം അല്ലേ. അതുപോലെ തന്നെ ഫിക്സഡ് റേറ്റ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഓബ്ലിഗേഷൻ ഉണ്ട്, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ, അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അതുപോലെ ഒരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീച്ചറൊക്കെ ഉള്ളതാണ് ഒരു ഡെപ്റ്റ് എന്ന് പൊതുവേ പറയാം. പക്ഷേ എങ്കിലും ചില കേസസിൽ കമ്പനികൾ ക്ലിയർ ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഇറഡീമബിൾ ആയിരിക്കും അല്ലേ. ഡെപ്റ്റിൻ്റെ ഡിബഞ്ചറിൻ്റെ ഒക്കെ കേസ് നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഓൺ ദ ബേസ് ഓഫ് റിഡീമബിലിറ്റി ഡിബഞ്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു റിഡീമബിൾ ഡിബഞ്ചർ ആൻഡ് ഇറഡീമബിൾ ഡിബഞ്ചർ. എന്താ റിഡീമബിൾ? തിരിച്ചു കൊടുക്കേണ്ടത്. എന്താ ഇറഡീമബിൾ? തിരിച്ചു കൊടുക്കേണ്ടാത്ത അല്ലേ. അപ്പം തിരിച്ചു കൊടുക്കേണ്ടാത്ത ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയും. ക്ലിയർ? ഇങ്ങനെ ഇറഡീമബിൾ ഡെപ്റ്റ് ഒരു പക്ഷേ എന്തുണ്ടാവാം, ഒരു കമ്പനിക്ക് ഉണ്ടാവാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ല, പക്ഷെ നേരത്തെയൊക്കെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിൽ അങ്ങനെ ഇറഡീമബിൾ ആയിട്ടുള്ള ഡെപ്റ്റ് കണ്ടു എന്ന് വരാം. ഓക്കെ. ഈ ഇറഡീമബിൾ ഡെപ്റ്റിനെ നമ്മൾ എന്തുകൂടെ പറയാണ്ട് പെർപെച്വൽ അല്ലെങ്കിൽ പെർപീച്വൽ എന്നൂടെ പറയാം. പെർപീച്വൽ ഡെപ്റ്റ്, പെർപീച്വൽ ഡിബഞ്ചർ, ബിക്കോസ് ദീസ് ഡിബഞ്ചേഴ്സ് നീഡ് നോട്ട് ബി റീപെയ്ഡ് ബാക്ക്. തിരിച്ചു കൊടുക്കേണ്ട കാര്യം അതുകൊണ്ട് എപ്പോഴും ഉള്ളത് എന്നുള്ള അർത്ഥത്തിലായിട്ട് ഇത് പറയുന്നു പെർപീച്വൽ. സോ കോസ്റ്റ് ഓഫ് പെർപീച്വൽ ഡെപ്റ്റ്സ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെപ്റ്റ്സ്, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലേ. ഡെപ്റ്റിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്, ഒന്ന് ഒരു റെഡീമബിളും വേറൊന്ന് ഇറഡീമബിൾ. ക്ലിയർ? അപ്പോൾ നമ്മൾ റെഡീമബിൾ പിന്നെ നോക്കുന്നു. ക്ലിയർ? ഇറഡീമബിൾ നമ്മളിപ്പോൾ നോക്കും. ക്ലിയർ? സോ വാട്ട് ഈസ് ഇറഡീമബിൾ ഡെപ്റ്റ്സ് അല്ലേ, അതിൻ്റെ പ്രത്യേകം തിരിച്ചു കൊടുക്കേണ്ടാത്ത. അപ്പോൾ ഒരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഇല്ല, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലും അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ക്ലിയർ? ഇങ്ങനെയുള്ളൊരു ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ലേ, ഡെപ്റ്റ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് നമ്മൾ എങ്ങനെ അസർട്ടൈൻ ചെയ്യും? ക്ലിയർ? സോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ദി സാധാരണ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് പേയബിൾ ഓൺ ഡെപ്റ്റ്സ് അല്ലേ. ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്, ഡെപ്റ്റ് ഹോൾഡേഴ്സിന് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ കമ്പനിയിൽ നിന്ന്? ഇല്ല. എന്താ കാരണം? അതിന് നേരത്തെ പറഞ്ഞത് അല്ലേ, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡിബഞ്ചർ അല്ലെങ്കിൽ ഡെപ്റ്റിൻ്റെ ഒരു പ്രത്യേകത, അതിൽ ഫിക്സഡ് ആയിട്ടുള്ളൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റേ കൊടുക്കാൻ നിർവാഹമുള്ളൂ കമ്പനിക്ക് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് അവർക്ക് കിട്ടുന്ന റിട്ടേൺ. ആർക്ക് കിട്ടുന്ന റിട്ടേൺ? ഡെപ്റ്റ് കൊടുത്തിരിക്കുന്ന പ്രൊവൈഡേഴ്സ് ഓഫ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഓഫ് ഡെപ്റ്റ്. ക്ലിയർ? അവർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. എന്തായിട്ടാണ് കിട്ടുക? ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും കിട്ടുക അല്ലേ. ഈ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് പറയുന്നു? കൂപ്പൺ എന്നാണ് പേര് പറയുന്നത് അല്ലേ. ഇങ്ങനെ കൂപ്പണാണ്, ഫിക്സഡ് ആയിട്ടുള്ളൊരു കൂപ്പൺ ആയിരിക്കും അവർക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷ എന്തായിരിക്കും? ദേ ക്യാൻ എക്സ്പെക്ട് ഓൺലി ദി ഫിക്സഡ് റേറ്റ് ഓഫ് ഡിബഞ്ചർ, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഫിക്സഡ് റേറ്റ് ഓഫ് കൂപ്പൺ ഓർ ഫിക്സഡ് കൂപ്പൺ. ക്ലിയർ? അപ്പോൾ അവിടെ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അവരുടെ മിനിമം എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡിബഞ്ചറിൻ്റെ മുകളിലോ ടേം ലോണിൻ്റെ മുകളിലോ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് തന്നെയാണ് അവരുടെ എക്സ്പെക്ടേഷൻ. ക്ലിയർ? സോ for example, a company issues rupees 1 lakh 10% debentures at par. Clear? 1 ലക്ഷം രൂപയുടെ 10% ഡിബഞ്ചേഴ്സ് അറ്റ് പാറിന് ഇഷ്യൂ ചെയ്തിരിക്കുന്നു വിചാരിക്കുക. സോ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ദിസ് ഡെപ്റ്റ് ഇഷ്യൂ will also be 10%. So before
ടാക്സ് കോസ്റ്റ് ഓഫ് ദിസ് ഡെപ്റ്റ് ഇഷ്യൂ വിൽ ആൾസോ ബി 10%. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ടാക്സ് എന്ന് പറയുന്നൊരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ? എന്താണ് ഇവിടെ ടാക്സിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ വരുന്നത്? നമുക്കറിയാം, ഡിബഞ്ചർ അല്ലെങ്കിൽ ഡെപ്റ്റ് എന്നുള്ള ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്, അല്ലേ? കിട്ടിയിരിക്കുന്ന നമ്മൾ പ്രോഫിറ്റിൽ നിന്നും അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന ലാഭത്തിൽ നിന്നും അല്ലെങ്കിൽ റവന്യൂ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് കുറയ്ക്കും, അല്ലേ? ഇത് നമ്മൾ പറയുന്ന പേര് നമുക്കറിയാം, നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന EBIT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അല്ലേ? അതിന് മുമ്പ് EBITDA ഉണ്ടാവും. EBITയിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും? ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ EBIT കിട്ടും. ക്ലിയർ? EBITയിൽ നിന്ന് എന്ത് കുറയ്ക്കും? നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കും. ക്ലിയർ? ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? EBT കിട്ടും. ഈ EBT നിന്നാണ് എന്ത് കുറയ്ക്കുക? നമ്മൾ ടാക്സ് കുറയ്ക്കുക. അപ്പോൾ ഈ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് കുറയ്ക്കുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റ് കുറയ്ക്കും. ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഫലമായി ടാക്സ് കൊടുക്കേണ്ട എമൗണ്ട് എന്ത് ചെയ്യും? വളരെ കുറഞ്ഞു പോകും. ക്ലിയർ? അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ EBITക്ക് മൊത്തത്തിൽ ടാക്സ് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അതുകൂടെ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ടാക്സ് ഷീൽഡ്. ക്ലിയർ? ടാക്സ് ഷീൽഡ്. ക്ലിയർ? ഇങ്ങനെ ഡിപ്രീസിയേഷൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇതിനൊക്കെ എന്തുണ്ട്? ഒരു ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. ക്ലിയർ? ഈ ടാക്സ് അഡ്വാൻറ്റേജ് നമ്മൾ ടാക്സ് ഷീൽഡ് എന്നാണ് പറയുക. ക്ലിയർ? ഈ ടാക്സ് ഷീൽഡ് ഉള്ളതുകൊണ്ട് ക്ലിയർ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? ഒന്ന് ബിഫോർ ടാക്സ് കോസ്റ്റ്, ക്ലിയർ? കോസ്റ്റ് ഓഫ് ഡെറ്റ് ബിഫോർ ടാക്സ്, ഇതിനെ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയും. ക്ലിയർ? രണ്ടാമത്തെ എന്താ? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. അപ്പോൾ ടാക്സിന് ശേഷമുള്ള കോസ്റ്റ് ഓഫ് ഡെറ്റ്. ക്ലിയർ? ഇത് നോക്കിക്കഴിഞ്ഞാൽ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാളും വളരെ കുറവായിരിക്കും ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ്, അല്ലെങ്കിൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് മിക്കവാറും കുറവായിരിക്കും. എന്താ കാരണം? കാരണം ഈ ടാക്സ് ഷീൽഡ് ഉള്ളതുകൊണ്ട്. ക്ലിയർ? ഇൻട്രസ്റ്റ് കുറച്ച ശേഷം, ക്ലിയർ, അതിന് ശേഷം മാത്രമേ ടാക്സ് കൊടുക്കുന്നുള്ളതുകൊണ്ട് അല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കുറേ എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഈ സേവിങ്സ് വരുന്നതുകൊണ്ട് കോസ്റ്റ് കുറയുകയാണ് ചെയ്യുക. ഓക്കെ, so that is why, so in the case of ascertaining or determination of cost of debt, clear? So cost of debt can be ascertained, clear, first on the basis of its type of redemption, type of debenture, type of debt, clear, that is redeemable and irredeemable. Clear? അപ്പോൾ നമ്മൾ നേരത്തെ ഡെപ്റ്റിൻ്റെ കേസിൽ പറഞ്ഞു, അതിനെ എന്തായിട്ട് പറയാം? നമ്മൾ റെഡീമബിൾ എന്നും പറയാം, ഇറെഡീമബിൾ എന്നും പറയാം. ക്ലിയർ? ഈ റെഡീമബിളിൽ തന്നെ എന്ത് വരാം? നമ്മൾ ബിഫോർ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉണ്ട്, ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉണ്ട്, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉണ്ട്. ക്ലിയർ? ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കെ, അല്ലേ, ഡി എന്നിട്ട് കഴിഞ്ഞാൽ എന്തായി? ഡെപ്റ്റാണ്, അല്ലേ? അത് ബിഫോർ ആണെന്ന് അറിയാൻ വേണ്ടി ബി കൂടെ ചേർക്കണം. ഇത് സബ്സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. ഈ ഡിയും ബിയും ഒക്കെ ചെറുതായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അല്ലാതെ സാധാരണ കെ, അല്ലേ, ഡി, ബി ഇങ്ങനെയല്ല. പിന്നെന്താ? കേട്ടിട്ട് ഡിയും ബിയും സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടി കാണിക്കണം. ക്ലിയർ? ദെൻ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് നമ്മൾ എന്തെന്ന്? കെ ഡി, സബ്സ്ക്രിപ്റ്റ് ഡി, ദെൻ എ. ക്ലിയർ? അപ്പോൾ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണെന്ന് അറിയാൻ പറ്റും. അതുപോലെ ഇറെഡീമബിൾ നോക്കുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെയും എന്ത് വരാം? ഇറെഡീമബിൾ, അല്ലേ? ഡെപ്റ്റിൻ്റെ കേസ് നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞത്. അപ്പോൾ ഡെപ്റ്റ് റെഡീമബിൾ ഉണ്ട്, ഇറെഡീമബിൾ. അപ്പോൾ ഇറെഡീമബിൾ എടുത്ത് നോക്കിയാൽ അവിടെ എന്ത് വരും? ഇവിടെയും കോസ്റ്റ് ഓഫ്, അല്ലേ, ബിഫോർ ടാക്സ് ഡെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉണ്ട്. കെ ഡി എ അതുകൊണ്ട്. ഇപ്പോൾ രണ്ടിലും ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും വേറെ വേറെയാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ഇറെഡീമബിൾ ഡിബഞ്ചറെ സംബന്ധിച്ചിടത്തോളം, ക്ലിയർ, ആ ഇറെഡീമബിൾ ഡെപ്റ്റിന് അതിൻ്റെ ബിഫോർ ടാക്സ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? അതിൻ്റെ കൂപ്പൺ റേറ്റ് തന്നെയായിരിക്കും അതിൻ്റെ ബിഫോർ ടാക്സ് കോസ്റ്റ്. ക്ലിയർ? സോ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ദി ഇറെഡീമബിൾ ഡെപ്റ്റ്സ് വിൽ ബി ഇറ്റ്സ് കൂപ്പൺ റേറ്റ്. കാരണം അവിടെ വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നില്ല. ക്ലിയർ? കൂപ്പൺ റേറ്റ് എന്താണോ അത് തന്നെയാണ്. കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അല്ലേ? ആ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയായിരിക്കും അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ?
സോ 10% ആണ് നമ്മളിവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. 10% തന്നെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് നമുക്ക് നോക്കാം വേണമെങ്കിൽ അല്ലേ, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ. സോ ഒന്നാമത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ KDB എന്താ, KDB ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈക്വൽ ടു I ഡിവൈഡഡ് P ആണ് എൻ്റെ ഫോർമുല. I എന്താണ്? I സ്റ്റാൻഡ്സ് ഫോർ ദി ആനുവൽ ഇൻട്രസ്റ്റ് കൂപ്പൺ, ആനുവൽ കൂപ്പൺ അല്ലെങ്കിൽ ആനുവൽ ഇൻട്രസ്റ്റ്. P സ്റ്റാൻഡ്സ് ഫോർ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ പ്രൈസ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, പ്രൈസ് എന്നും പറയാം, പ്രിൻസിപ്പൽ എമൗണ്ട് എന്നും പറയാം. ക്ലിയർ? KDB എന്താ? ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഓക്കെ, so in case of debt is raised at a premium or a discount, we should consider P as the amount of net proceeds. ഇനി ഇത് പാറിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു ഡിബഞ്ചർ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു കേസിൽ ഇവിടെ P എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുക്കണം? നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് എടുക്കണം. എന്തായിട്ട് എടുക്കണം? നെറ്റ് പ്രൊസീഡ്സ്. ക്ലിയർ? അപ്പോൾ അതിന് നമ്മൾ ഫോർമുല ചെറുതായിട്ടൊന്ന് ഭേദഗതി വരുത്തുകയാണെങ്കിൽ എങ്ങനെ പറയാം? KDB ഈക്വൽ ടു 1I ഡിവൈഡഡ് ബൈ NP. Instead of P we can write NP, net proceeds. Clear? So NP stands for net proceeds. Right. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് വരാം അല്ലേ. നമ്മൾ പറഞ്ഞു ഈ കൂപ്പൺ റേറ്റ് തന്നെയാണ് ഇത്. നമുക്ക് എങ്ങനെയാണ് അത് കിട്ടുക? സേ ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കൂ, നമ്മുടെ ക്വസ്റ്റിനിൽ നോക്കൂ. 1 lakh rupee 10% റേറ്റ് അല്ലേ. 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചറിന് ഡെപ്റ്റിന് 10% ആനുവൽ പലിശ അല്ലേ. അപ്പോൾ എത്രയായിരിക്കും വരിക? അതിൻ്റെ ആനുവൽ പലിശ എത്ര വരും? സോ 1 lakh ഇൻറ്റു 1 ലക്ഷം രൂപ ഇൻറ്റു 10/100. സോ ദാറ്റ് വിൽ ഗിവ് യു I of rupees 10,000. 10,000 രൂപയാണ് I. ഓക്കെ, ഡിവൈഡഡ് ബൈ വട്ട് ഇസ് എ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ പ്രൈസ് അല്ലേ, ദാറ്റ് ഈസ് 1 lakh റുപ്പിയാണുള്ളത്. ക്ലിയർ? ഇൻറ്റു 100. ക്ലിയർ? 100. ഇവിടെ ഒരു 100 വേണമെങ്കിൽ ചേർക്കട്ടെ അല്ലെങ്കിൽ ഡെസിമലായിട്ട് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10%. 100 ചേർക്കുന്നതിൽ എന്ത് കിട്ടും? 0.1. 0.1 മീൻസ് 10%. ഇൻ ഡെസിമൽ ഫോം ഇറ്റ് ഇസ് 10%. ക്ലിയർ? അപ്പം ഇങ്ങനെ അറ്റ് പാറിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു ഇറഡീമബിൾ ഡെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ, അറ്റ് പാറിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു ഇറഡീമബിൾ ഡെപ്റ്റിൻ്റെ ബിഫോർ ടാക്സ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതിൻ്റെ കൂപ്പൺ റേറ്റ് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ വീണ്ടും കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അസംഷനിൽ തന്നെ ചെയ്യാതെ തന്നെ ആൻസർ എടുക്കാം. അപ്പോൾ വൺ വേർഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. Then next one is after tax cost of debt. എങ്ങനെയാണ് നമുക്ക് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ക്ലിയർ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് അഡ്വാൻറ്റേജ് വരുന്നത് കൊണ്ട് അല്ലേ, ഇൻട്രസ്റ്റിന് ടാക്സ് ഡിഡക്റ്റബിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? എ ഫേം സേവ്സ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ് ആസ് ഓഫ് ടാക്സ് ആസ് ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ, ക്ലിയർ, ആസ് എൻ എക്സ്പെൻസ് വൈൽ കമ്പ്യൂട്ടിംഗ് ഇൻകം ടാക്സ് ആൻഡ് ഹെൻസ് ക്ലിയർ the effective rate of cost of debt will be get reduced. Clear? ഇതുകൊണ്ട് ഇതിന് എന്ത് പറയുന്നു? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയും. ക്ലിയർ? എൻ്റെ നോട്ടേഷൻ മതി പറയുന്നത് KDA. DA എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുക. ക്ലിയർ? അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അതിൻ്റെ ഫോർമുലയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ക്ലിയർ? സോ KDA ഈക്വൽ ടു രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നുകിൽ ക്ലിയർ KDB കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 1 - T ചെയ്താൽ മതി. ക്ലിയർ? ഇപ്പോൾ നേരത്തെ നമുക്ക് 10% ആണ് കിട്ടിയെന്ന് വിചാരിക്കുക, അതാണ് KDB 10%. ക്ലിയർ? സോ 10% ദി കോസ്റ്റ് ബിഫോർ ടാക്സ് കോസ്റ്റ്. ക്ലിയർ? 1 - ടാക്സ് റേറ്റ് 50% എന്ന് വിചാരിക്കുക, 50. അപ്പോൾ നമ്മൾ 0.5 കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 10 × 0.5 വരും അല്ലേ. 10 × 0.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5% കിട്ടും. ക്ലിയർ? അപ്പോൾ 5% കുറയും. ഇങ്ങനെയും കാൽക്കുലേറ്റ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും ആഫ്റ്റർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ, നെറ്റ് പ്രൊസീഡ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ക്ലിയർ, ഇഫ് യു ആർ ടേക്കിംഗ് നെറ്റ് പ്രൊസീഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലിയർ പ്രിൻസിപ്പൽ എമൗണ്ട്, ദെൻ I ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 1 - T. ക്ലിയർ? അതല്ലെങ്കിൽ എങ്ങനെ എഴുതാം? I ഡിവൈഡഡ് ബൈ P ഇൻറ്റു ക്ലിയർ 1 - T. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഒന്നുകിൽ KDB അസർട്ടൈൻ ചെയ്തിട്ട് അതിന് 1 - T ചെയ്യുക അല്ലേ. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം?
നമുക്ക് നമ്മൾ ഡയറക്റ്റ് ഫോമുല തന്നെ ഉപയോഗിക്കാം. ഐ ഡിവൈഡ് ബൈ എൻ പി ഇൻറ്റു 1 മൈനസ് ടി, അല്ലെങ്കിൽ ഐ ഡിവൈഡഡ് ബൈ പി അല്ലേ, സിമ്പിൾ പി ഇൻറ്റു 1 മൈനസ് ടി. ക്ലിയർ? ഇതെപ്പോഴാണ് നമ്മൾ ഈ എൻ പി ഉപയോഗിക്കുക? ഒരു ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഡെപ്റ്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിലോ പ്രീമിയത്തിലോ ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പാറിലല്ല എങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഫ്ലോട്ടിംഗ് കോസ്റ്റ് എന്ന് പറയും. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫ്ലോട്ടിംഗ് കോസ്റ്റ് ഒക്കെ വരുന്ന സന്ദർഭം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒരു നെറ്റ് പ്രൊസീഡ്സ് എടുത്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ക്ലിയർ? അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പൽ എമൗണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ ഫോമുലയായിട്ട് നമുക്ക് എടുക്കുക. ക്ലിയർ? ഇൻറ്റു 1 മൈനസ് ടി, അതാണ് ടി എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ആണ്. ക്ലിയർ? റേറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ ഈ റേറ്റ് ഓഫ് ടാക്സിന് അനുപാതമായിട്ട് ഒരു അഡ്വാൻറ്റേജ് കമ്പനിക്ക് കിട്ടുന്നതുകൊണ്ട് അതിന് അനുസരിച്ചിട്ടുള്ളത് ഒരു റിഡക്ഷൻ, അതിനനുസരിച്ചുള്ളൊരു കുറവ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ വരും. ക്ലിയർ? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിൽ വരും. അതുകൊണ്ടാണ് ഇതിനെ കോസ്റ്റ് ഓഫ് ഡെറ്റ്, ഇവിടെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ബിഫോർ ടാക്സിനേക്കാളും കുറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. ക്ലിയർ? സോ ദർ ഈസ് എൻ ഇല്ലുസ്ട്രേഷൻ. നമുക്ക് ഇനി അടുത്തൊരു ഇല്ലുസ്ട്രേഷനിലേക്ക് പോവാം. സോ ഇല്ലുസ്ട്രേഷൻ നമ്പർ 1. ക്ലിയർ? സോ എക്സ് ലിമിറ്റഡ് അല്ല 4 സിറ്റുവേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ സിറ്റുവേഷനായിട്ട് നോക്കാം. എക്സ് ലിമിറ്റഡ് ഇഷ്യൂസ് ₹50,000 8% ഡിബഞ്ചേഴ്സ് അറ്റ് പാറിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. 8% ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇത് എന്ത് ഡിബഞ്ചറാ? ഇറെഡീമബിൾ ഡിബഞ്ചറാണ്. ക്ലിയർ? അവിടെ റിഡംഷൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ ഇറെഡീമബിൾ ആണ് എങ്കിൽ the rate of tax applicable is 50%. Clear? കമ്പനിക്ക് അപ്ലിക്കബിൾ ആയുള്ള ടാക്സ് റേറ്റ് 50%. കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ KDA ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. KDB കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്താ ഫസ്റ്റ് കേസിൽ KDB കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം, അവിടെ നമുക്കറിയാം ഒരു സെക്യൂരിറ്റി ഇറെഡീമബിൾ ഡിബഞ്ചർ പാറിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ, അല്ലേ, അതിൻ്റെ കൂപ്പൺ റേറ്റ് തന്നെയായിരിക്കും എന്ത്, അതിൻ്റെ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? 8% തന്നെയായിരിക്കും. നമ്മളിപ്പോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കിട്ടുക. ക്ലിയർ? ഓക്കെ, സോ KDB കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോമുല എന്താ നമുക്കറിയാം. KDB ഈക്വൽ ടു, അല്ലേ, I ഡിവൈഡഡ് ബൈ P ഇൻറ്റു 100 ആണ്. ക്ലിയർ? I എന്താണ്? ഇൻട്രസ്റ്റ് ആണ്, ആനുവൽ ഇൻട്രസ്റ്റ്. ക്ലിയർ? അപ്പോൾ 50,000 രൂപയുടെ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തു. ക്ലിയർ? 50,000. ഓക്കെ, 8% ആണ് വരുന്നത്. അപ്പോൾ 50,000 ഇൻറ്റു 8/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. എത്രയാണ് കിട്ടുക? സോ ഇൻട്രസ്റ്റ് കംസ് ടു ₹4,000. 4,000 രൂപ കിട്ടും. അപ്പോൾ 4,000 രൂപയാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. സോ ദെർഫോർ, ക്ലിയർ, I divided by P equal to 4,000 divided by 50,000 into 100. So that is equal to 8%. 8% കിട്ടി. ക്ലിയർ? അപ്പോൾ 8% തന്നെയാണ് എന്ത്, അതിൻ്റെ കോസ്റ്റ് ഓഫ്, അല്ലേ, ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് KDB. ക്ലിയർ? 8%. കോസ്റ്റ് ഓഫ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? I ഡിവൈഡ് ബൈ, അല്ലേ, NP ഇൻറ്റു 1 മൈനസ് ടി. ടി എന്ന് പറയുന്നത് ടാക്സ് റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I എത്രയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? 50,000 ഇൻറ്റു 8/100 ഈക്വൽ ടു 4,000. NP എന്ന് പറയുന്നത് പാറിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് 50,000 തന്നെയാണ് വരിക. ഇനി NPക്ക് പകരം P ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ 50,000 തന്നെയാണ് നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് വരുന്നത്. ക്ലിയർ? 50,000 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, 50,000 രൂപ തന്നെ കിട്ടി. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ നമുക്ക് കിട്ടുന്നോ അതിനെയാണ് പ്രൊസീഡ്സ് എന്ന് പറയാം. ക്ലിയർ? ഡിസ്കൗണ്ട് ആണെങ്കിലോ, ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലോ 50,000 രൂപയും കിട്ടില്ല. അപ്പോൾ നമുക്ക് 49,000 രൂപ 48,000 രൂപയൊക്കെ കിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് കുറഞ്ഞു പോകും. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തെങ്കിലോ 50,000 രൂപയെക്കാളും കൂടുതൽ എമൗണ്ട് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ക്ലിയർ? അപ്പോൾ നെറ്റ് പ്രൊസീഡ്സിൽ വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ പാറിൽ തന്നെ ആയതുകൊണ്ട് 50,000 ഡിബഞ്ചേഴ്സ് 50,000 rupees തന്നെ കാണിക്കും. ഇൻറ്റു 1 മൈനസ് ടി. ടി എന്ന് പറയുന്നത് 50%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 0.5 അല്ലെങ്കിൽ 0.5 കിട്ടും. ക്ലിയർ? ഇനി ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4,000 ഡിവൈഡഡ് ബൈ 50,000 ഇൻറ്റു 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.04, അല്ലേ, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4, അല്ലേ, പെർസെൻറ്റേജ് കിട്ടും. 4%. ക്ലിയർ? ഇപ്പോൾ 4% നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ വേറെ രീതിയിൽ എങ്ങനെ കണ്ടുപിടിക്കാം? സോ KDA ഈക്വൽ ടു KDB ഇൻറ്റു 1 മൈനസ് ടി. KDBയെ 1 മൈനസ് ടി ചെയ്താൽ, അല്ലേ, KDB എത്രയാണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത്? ഇറ്റ് ഈസ് 8% ഇൻറ്റു 1 മൈനസ് ടി 1.5. ക്ലിയർ? അപ്പോൾ ഇതിനെ മൈനസ് ചെയ്ത് തന്നെ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക?
സോ 4% തന്നെ കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഒന്നുകിൽ ഈ KDB കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ക്ലിയർ? ഇപ്പോൾ KDA ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഫോമുല ഉപയോഗിച്ച് തന്നെ ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് എ ഫസ്റ്റ് സിറ്റുവേഷൻ. ക്ലിയർ? സെക്കൻഡ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. വൈ ലിമിറ്റഡ് ഇഷ്യൂസ് ₹50,000 8% debentures at premium of 10%. So why limited issues ₹50,000 8% debentures at a premium of 10%. 10% പ്രീമിയത്തിൽ ക്ലിയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. 50,000 ഡിബഞ്ചർ 8% ആണ് കൂപ്പൺ റേറ്റ്. ഓ ക്ലിയർ? അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നെറ്റ് പ്രൊസീഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഫേസ് വാല്യൂനേക്കാളും കൂടുതലായിട്ടൊരു എമൗണ്ട് ആയിരിക്കും നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ ദ ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ഓഫ് ദ കമ്പനി 60%, 60% ടാക്സ് റേറ്റ്. ക്ലിയർ? കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ബിഫോർ ടാക്സ് നമ്മളിവിടെ ചെയ്യുന്നില്ല, വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ ബിഫോർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 8% നിന്നും വ്യത്യാസം വരും. ഓക്കെ. സോ എനിവേ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ KDA = I/NP × 1 - T അല്ലേ? ഇവിടെ ഓരോന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 50,000 രൂപയുടെ 8% വരുമ്പോൾ എത്ര വരും? ഇൻറ്റു 8/100. സോ ദാറ്റ് ഈസ് = 4,000 തന്നെ വരും. I = ആനുവൽ ഇൻട്രസ്റ്റ് = 4,000. ക്ലിയർ? ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ് റിക്വയർഡ്? നെറ്റ് പ്രൊസീഡ്സ്. NP എങ്ങനെ കണ്ടുപിടിക്കും? സോ NP = ഫേസ് വാല്യൂ ഓഫ് ദ ഡിബഞ്ചർ ഓർ ഡെപ്റ്റ്, അല്ലെങ്കിൽ നോമിനൽ വാല്യൂ, അല്ലെങ്കിൽ അല്ലേ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചറിന്റെ നോമിനൽ വാല്യൂ പ്ലസ് ഓക്കെ പ്രീമിയം ഉണ്ടെങ്കിൽ പ്രീമിയം. ക്ലിയർ? ഇപ്പോൾ ഫേസ് വാല്യൂ എത്രയായിരുന്നു? 50,000 രൂപയുടെ ഫേസ് വാല്യൂ ആണ് ഇഷ്യൂ ചെയ്തത്. പ്ലസ് പ്രീമിയം എത്ര ശതമാനമാണ്? 10% പ്രീമിയമാണ്. 10% പ്രീമിയം വരുമ്പോൾ എത്ര വരും? 5,000 രൂപ കൂടെ വരും. അപ്പോൾ ടോട്ടൽ എത്രയായി? 55,000 രൂപയായി. ക്ലിയർ? സോ 50,000 rupees ഓഫ് ഫേസ് വാല്യൂ പ്ലസ് 5,000 rupees of premium 10%. Clear? So that is equal to 55,000. അപ്പോൾ 55,000 രൂപയാണ് നെറ്റ് പ്രൊസീഡ്സ്. സോ NP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നെറ്റ് പ്രൊസീഡ്സ് = 55,000. Clear? I = 4,000. Clear? 1 × 1 - T. T = 0.6 or 60%. അങ്ങനെ ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും? 2.91%. Clear? So this is the after tax cost of debt. Clear? ഇനിയിപ്പോൾ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. KDB കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? KDB = അല്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? I/NP എടുക്കണം. ക്ലിയർ? ഇൻറ്റു 100. പൈ എത്രയാണ്? 4,000 ഡിവൈഡഡ് ബൈ ക്ലിയർ 55,000 ഇൻറ്റു 100. ക്ലിയർ? അപ്പോൾ എത്രയാണ് കിട്ടുക വാല്യൂ? നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ അല്ലേ? സോ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരിക അല്ലേ? സോ ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 55. ക്ലിയർ? So that will be equal to around 7%. Clear? 0.072 ആണ് വരിക. ക്ലിയർ? അപ്പോൾ 7% അടുത്തായിരിക്കും വരിക. ക്ലിയർ? അറൗണ്ട് 7% ആയിരിക്കും കിട്ടുക. അപ്പോൾ 8% താഴെയായിട്ട് വന്നിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ 8% താഴേക്ക് വരാൻ കാരണം? ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാരണം പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് നെറ്റ് പ്രൊസീഡ്സിൽ വ്യത്യാസമുണ്ട്. 55,000 രൂപ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ കൊടുക്കുന്ന പലിശയുടെ അനുപാതമായിട്ട് നോക്കുമ്പോൾ അത് 7.2% അടുത്തേ വരുള്ളൂ. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ബിഫോർ ടാക്സ് കോസ്റ്റ് ഡെറ്റ്. ക്ലിയർ? ഇവിടെ ആഫ്റ്റർ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.91. So next we can see about the third question. Clear? So A Limited issues ₹50,000 8% debentures at a discount of 5%. Clear? ഇവിടെ A Limited എന്ത് ചെയ്യുന്നു? 50,000 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. 8% ഡിബഞ്ചർ ആണ്. അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%, 5% ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തു. ക്ലിയർ? 50,000 രൂപയുടെ 5% എന്ന് പറയുമ്പോൾ 5,000 എത്ര വരും? 2,500 രൂപയുടെ ഡിസ്കൗണ്ട് വരും അല്ലേ? 2,500 രൂപയുടെ ഡിസ്കൗണ്ടിന് ടോട്ടൽ ഡിസ്കൗണ്ട് വരും. സോ ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ഈസ് 50%. കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മളത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് സിറ്റുവേഷനിലേക്ക് വരിക. ക്ലിയർ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? KDA ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് = ക്ലിയർ I/NP × 1 - T. ക്ലിയർ? I വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യണമല്ല. 50,000 രൂപയാണ്. അപ്പോൾ 50,000 / 8/100 അല്ലേ? ദാറ്റ് ഈസ് നോമിനൽ വാല്യൂ ഓഫ് ദി ഡിബഞ്ചർ സെക്യൂരിറ്റി ഇൻറ്റു കൂപ്പൺ റേറ്റ്. ക്ലിയർ? ദാറ്റ് ഈസ് = 4,000 തന്നെ കിട്ടും. ക്ലിയർ? ഇനി
നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കുക. എൻ പി എങ്ങനെ കണ്ടുപിടിക്കുക? സോ വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് എൻ പി? അല്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് ചെയ്യണം. ഫേസ് വാല്യൂവിൻ്റെ മുഴുവൻ പൈസയും കിട്ടുമോ? ഇല്ല, ഡിസ്കൗണ്ട് കുറച്ചിട്ടേ കിട്ടും. അപ്പോൾ ഡിസ്കൗണ്ട് എത്രയാണോ അത്രയും കുറയ്ക്കണം. ക്ലിയർ? സോ വാട്ട് ഇസ് ദ ഫേസ് വാല്യൂ? 50,000 രൂപ. ക്ലിയർ? വാട്ട് ഇസ് ദ ഡിസ്കൗണ്ട്? 2,500 രൂപ. അപ്പോൾ 50,000 മൈനസ് 2,500 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? സോ 47,500 രൂപ, 47,500 കിട്ടും. ക്ലിയർ? സോ ഇറ്റ് ഈസ് 50,000 മൈനസ് 2,500. ക്ലിയർ? സോ ദെൻ ടാക്സ് റേറ്റ് 0.5 ആയതുകൊണ്ട് 1 മൈനസ് 0.5. സോ നമ്മൾ ചെയ്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? 4.21% ആണ് കിട്ടുക ആൻസർ. ക്ലിയർ? ഇപ്പോൾ KDB ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്താണ് വരിക? എഗെയിൻ ഇവിടെ നമ്മൾ ഈ രീതിയിൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ ചെയ്യണം. അല്ലേ, ദാറ്റ് ഈസ് I ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100 ചെയ്യണം. ക്ലിയർ? I എത്രയാണ് നമുക്ക് നേരത്തെ കിട്ടുന്നത്? 4,000 രൂപ. ക്ലിയർ? NP എത്രയാണ്? 47,500 രൂപ. അല്ലേ, ഇൻറ്റു 100 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂവും കിട്ടും. ക്ലിയർ? So what is the value here? So that is 4 divided by, clear, 47.5. ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അറൗണ്ട് 8%. ക്ലിയർ? 8.42% വരും. 8.42%. ക്ലിയർ? അപ്പോൾ 8% കൂപ്പൺ റേറ്റ്. പക്ഷെ നമ്മൾ ഇഷ്യൂ ചെയ്ത ഡിസ്കൗണ്ടിലാണ്. ക്ലിയർ? ഇങ്ങനെ അപ്പോൾ 47,500 രൂപയെ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ കിട്ടിയിരിക്കുന്ന 47,500 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? 4,000 രൂപ വെച്ചിട്ട് പലിശ കൊടുക്കണം. അത് കൊടുക്കുന്നതുകൊണ്ട് കൂപ്പൺ റേറ്റിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു കോസ്റ്റ് ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ 8.42 ആണ് വരിക. ക്ലിയർ? അപ്പോൾ ഇത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? ഓക്കെ. So next, fourth situation, നാലാമത്തെ situation. Clear? So B Limited issues rupees 1 lakh 9% debentures at a premium of 10%. So B Limited issues 1 lakh rupees, 1 lakh ആണ്. എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 1 lakh റുപ്പിയാണ് ഇവിടെ, എന്നാൽ 50,000 ആണ് ഇവിടെ. പെർസെൻറ്റേജ് കൂപ്പൺ റേറ്റിൽ വ്യത്യാസം 9% ആണ് ഇൻസ്റ്റെഡ് ഓഫ് 8%. ക്ലിയർ? അറ്റ് എ പ്രീമിയം ഓഫ് 10%, 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്? ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് വരുന്ന ചിലവുകളെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഷെയർ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി, ഇഷ്യൂ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനോ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവുകളാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ക്ലിയർ? അതിൽ എന്തൊക്കെ ഉൾപ്പെടും? അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഉണ്ടെങ്കിൽ അത്, ബ്രോക്കറേജ് ഉണ്ടെങ്കിൽ അത്, കമ്മീഷൻ ഉണ്ടെങ്കിൽ അത്. ക്ലിയർ? അതുപോലെ തന്നെ മറ്റുള്ള എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം കൂടെ എന്തിൽ വരും? ഫ്ലോട്ടേഷൻ ചാർജിൽ വരും. ക്ലിയർ? അത് 2% തന്നിരിക്കുന്നത്. ആൻഡ് ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ഈസ് 60%. കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഇപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് കോസ്റ്റ് കൂടെ വരുന്നൊരു കേസാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് കോസ്റ്റ് കൂടെ വരുന്നൊരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നെറ്റ് പ്രൊസീഡ്സിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് നാലാമത്തെ സിറ്റുവേഷൻ എടുത്ത് നോക്കുക. ഫോർമുല സെയിം തന്നെയാണ്. KDA = I divided by NP into 1 minus T. നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം വരും. അല്ലേ? ഇവിടെ I എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ്. ആനുവൽ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? കൂപ്പൺ എങ്ങനെ കണ്ടുപിടിക്കും? ക്ലിയർ? 1 lakh rupee. So that is the amount into 9/100. So that is equal to 9,000. 1,00,000 രൂപയ്ക്ക് 9% പറയുമ്പോൾ 9,000 രൂപ. Clear? The next one is NP. We need to find out the net proceeds. How we can find out the net proceeds? Clear? So that is face value or nominal value plus പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുകൊണ്ട് പ്ലസ് പ്രീമിയം മൈനസ് ഫ്ലോട്ടിംഗ് കോസ്റ്റ്. ഫ്ലോട്ടിംഗ് കോസ്റ്റ് വരുന്നതുകൊണ്ട് അതിന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ക്ലിയർ? അത് ഓർത്ത് വയ്ക്കുക. ഇനി ഡിസ്കൗണ്ടിലാണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് ചെയ്യുക? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത ഒരു ഡിബഞ്ചറാണെങ്കിൽ എന്ത് ചെയ്യണം? ഫേസ് വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് മൈനസ് ഫ്ലോട്ടിംഗ് കോസ്റ്റ്. ക്ലിയർ? ഇപ്പോൾ ഇവിടെ ഫേസ് വാല്യൂവിനോടൊപ്പം പ്രീമിയം ആഡ് ചെയ്യുക, എന്നിട്ട് ഫ്ലോട്ടിംഗ് കോസ്റ്റ് മൈനസ് ചെയ്യുക. ക്ലിയർ? ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഫ്ലോട്ടിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലേ? ഫ്ലോട്ടിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രൊസീഡ്സിനെ ബേസ് ചെയ്തിട്ട് വേണം അത് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? ടോട്ടൽ ഈ വാല്യൂവിനെ കാൽക്കുലേറ്റ് 1 lakh റുപ്പീസിൻ്റെ നോമിനൽ വാല്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ. പിന്നെ എന്ത് ചെയ്യണം? നെറ്റ് പ്രൊസീഡ്സ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ 2% ആണ് എടുക്കുക. ക്ലിയർ? സോ നമ്മൾ 1 lakh ഡിബഞ്ചർ റുപ്പീസ് 1 lakh റുപ്പീസിൻ്റെ ഡിബഞ്ചേഴ്സ് 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലേ എത്ര കിട്ടും നമുക്ക്? 1 lakh + 10,000. ദാറ്റ് ഈസ് 1,10,000 റുപ്പീസിൻ്റെ ടോട്ടൽ എമൗണ്ട് കിട്ടും.
ക്ലിയർ? ഈ കിട്ടുന്നതിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് കോസ്റ്റ് കൊടുക്കുക. അപ്പോൾ 1,10,000 റുപ്പീസിൻ്റെ 2% വേണം എന്തെടുക്കാൻ, ഫ്ലോട്ടിംഗ് കോസ്റ്റ് ആയിട്ട് എടുക്കാൻ. ഓക്കെ, മനസ്സിലായോ ഇപ്പോൾ പറഞ്ഞത്? ദാറ്റ് ഈസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ അതിൻ്റെ ഫ്ലോട്ടിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നോമിനൽ വാല്യൂ ഓഫ് ദി സെക്യൂരിറ്റി ഇഷ്യൂഡ് എടുക്കണം, പ്ലസ് പ്രീമിയം ഉണ്ടെങ്കിൽ എടുക്കണം. ക്ലിയർ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത ശേഷം ആ ടോട്ടൽ എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണോ അത്രയും പെർസെൻറ്റേജ് എന്ത് എടുക്കുക, ഫ്ലോട്ടിംഗ് കോസ്റ്റ് ആയിട്ട് എടുക്കുക. ക്ലിയർ? ഇപ്പോൾ 1,10,000 2% വരും. ക്ലിയർ? ഇപ്പോൾ 2% വെച്ച് നമ്മൾ എടുക്കണം. അപ്പോൾ ഏകദേശം എത്ര വരും? ദാറ്റ് ഈസ് 2,200 റുപ്പീസ്. 2,200. ക്ലിയർ? 2,200 രൂപ, 2%. 1,10,000 ഇൻറ്റു 2/100 ചെയ്യുമ്പോൾ 2,200 റുപ്പീസ് വരും. 2,200 ആണ് വരുന്നത്. അപ്പോൾ 2,200 ആണ് ഫ്ലോട്ടിംഗ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇനി നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കണം. നെറ്റ് പ്രൊസീഡ്സ് ഈക്വൽ ടു വാട്ട്? ഫേസ് വാല്യൂ അല്ലേ, പ്ലസ് അല്ലെങ്കിൽ നോമിനൽ വാല്യൂ പ്ലസ് പ്രീമിയം മൈനസ് ഫ്ലോട്ടിംഗ് കോസ്റ്റ്. ഫേസ് വാല്യൂടെ എത്രയാണ്? 1 lakh. ക്ലിയർ? പ്ലസ് 10,000 പ്രീമിയം മൈനസ് ഫ്ലോട്ടിംഗ് കോസ്റ്റ് 2,200 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,07,800 റുപ്പീസ്. 1,07,800. ക്ലിയർ? സോ ദിസ് ഈസ് ദി നെറ്റ് പ്രൊസീഡ്സ്. ഓക്കെ, ഇപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിച്ചു, ഇൻട്രസ്റ്റും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? 9,000 ഡിവൈഡ് ബൈ 1,000, 1,07,800 ഇൻറ്റു 1 minus t. Here tax rate is 0.660%. Therefore, അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3.34%. 3.34%. ക്ലിയർ? നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? നോക്കൂ, 1 lakh റുപ്പീസിൻ്റെ നോമിനൽ വാല്യൂ, 10,000 റുപ്പീസ് പ്രീമിയം. ക്ലിയർ? രണ്ടും കൂടെ ആഡ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക? 2/100. ക്ലിയർ? ഓഫ് അതിന് എന്ത് ചെയ്യണം? 2/100 ഓഫ് 1,10,000. ക്ലിയർ? ഫ്ലോട്ടിംഗ് കോസ്റ്റ് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 2,200 രൂപയുടെ ഫ്ലോട്ടിംഗ് കോസ്റ്റ് കിട്ടി. 1,10,000 റുപ്പീസിൻ്റെ ടോട്ടൽ എമൗണ്ട് റിസീവ് ചെയ്തെന്ന് ഇത്രയും നമ്മൾ കൊടുത്തു. ക്ലിയർ? അപ്പോൾ നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 1,07,800 ആണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് എടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തെങ്കിൽ എന്തായിരിക്കും വരിക? ക്ലിയർ? 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ക്ലിയർ? നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സോ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ മൈനസ് ഡിസ്കൗണ്ട് മൈനസ് ഫ്ലോട്ടിംഗ് കോസ്റ്റ് അല്ലേ? നമ്മുടെ പഴയ എക്സാമ്പിൾ തന്നെ നോക്കുകയാണെങ്കിൽ 1 lakh റുപ്പി മൈനസ് ഡിസ്കൗണ്ട് വരുമ്പോൾ 10,000 രൂപ വരും, മൈനസ് ഫ്ലോട്ടിംഗ് കോസ്റ്റ് അല്ലേ? 2% ഫ്ലോട്ടിംഗ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫ്ലോട്ടിംഗ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 90,000 റുപ്പയുടെ നമുക്ക് ഫ്ലോട്ടിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കാം. 90,000 ഇൻറ്റു 2/100. എന്തുകൊണ്ട് 90,000? കാരണം 1,00,000 രൂപയുടെ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തെങ്കിൽ 10,000 രൂപ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണം. അപ്പോൾ 90,000 രൂപ നമുക്ക് കിട്ടുള്ളൂ. കിട്ടുന്ന എമൗണ്ടിന് വേണം എന്ത് കൊടുക്കാൻ? എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? ഫ്ലോട്ടിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കണം ഇവിടെ എന്തായിട്ട് എടുക്കേണ്ടത്? ഫ്ലോട്ടിംഗ് കോസ്റ്റ് ആയിട്ട് എടുത്ത് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, ഐ തിങ്ക് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ് ഹിയർ. അപ്പോൾ ഈ രീതിയിൽ വേണം ഒരു ഇറഡീമബിൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ക്ലിയർ? അപ്പോൾ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും ഉണ്ട്. അതിൽ തന്നെ അറ്റ് പാറിൽ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റി, അറ്റ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റി, അതുപോലെ തന്നെ അറ്റ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റി, അതുപോലെ തന്നെ വിത്ത് ഫ്ലോട്ടിംഗ് കോസ്റ്റ്. ക്ലിയർ? ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലം തന്നെ എടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ PDF ആയിട്ട് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കി വീണ്ടും ചെയ്യുക. ക്ലിയർ? ഇതിൻ്റെ എമൗണ്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? വീണ്ടും ചെയ്ത് നോക്കുക. ക്ലിയർ? അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നോക്കുക. സോ ദാറ്റ് you will be able to answer it on the examination. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക. നമുക്കറിയാം അല്ലേ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ലിമിറ്റേഷൻസ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്ത് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് റൈസ് ചെയ്യുക. ക്ലിയർ? അതല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ ചോദിച്ചാലും കുഴപ്പമില്ല.